പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖശനി. നോർമ ഫാർബറിൻ്റെ കാരുണ്യം എന്ന കവിത യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വികാരഭരിതമായ ഒരു ചിത്രമാണ് നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം മറിയയെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. എന്നാൽ മറിയയെ കാണാനില്ല. മറിയ വീട്ടിലില്ല. ആശങ്കാകുലരായ ബന്ധുക്കളും സുഹൃത്തുക്കളും മറിയയെ അന്വേഷിച്ച് പല വഴിക്ക് പുറപ്പെട്ടു. അവസാനം തീർത്തും അപ്രതീക്ഷിതമായ ഇടത്ത് അവർ മറിയയെ കണ്ടെത്തുന്നു. യൂദാസിൻ്റെ ഭവനത്തിൽ. ആത്മഹത്യ ചെയ്ത യൂദായുടെ അമ്മയെ ആശ്വസിപ്പിച്ച് കൂടെയിരിക്കുന്ന മറിയയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. സ്വന്തം മകൻ്റെ ഭീകരമായ മരണം നേരിൽ കണ്ടതിൻ്റെ സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോഴും മറ്റൊരമ്മയുടെ വേദനയ്ക്ക് കൂട്ടിരിക്കുന്ന മറിയ. സ്വന്തം മകനെ ഒറ്റിക്കൊടുത്തവൻ്റെ അമ്മയ്ക്ക് സ്വാന്തനമാകുന്ന മറിയ. 33.5 വർഷം വിശുദ്ധനായി ജീവിച്ചതിന് പിതാവ് സമ്മാനമായി നൽകിയ പറുദീസ കള്ളനുമായി പങ്കുവയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ അമ്മയുടെ ഈ റൂട്ടുമാപ്പല്ലേ ഓരോ ക്രിസ്ത്യാനിയും പിന്തുടരേണ്ടത്. ദൈവം നിശബ്ദനാണെന്ന് തോന്നുന്ന ദുഃഖശനികളിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മറിയയുടെ ഈ മാതൃകയല്ലേ? ആത്മജ്ഞാനികൾ പറയുന്നത് ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയില്ല. പകരം യൂദയെ അന്വേഷിച്ച് അവൻ ഇരുട്ടിൻ്റെ ആഴങ്ങളിൽ അലയുകയായിരുന്നു എന്നാണ്. യൂദയില്ലാതെ ക്രിസ്തു തൻ്റെ ഭവനത്തിലേക്ക് പോകില്ല എന്നാണ് ആത്മജ്ഞാനികൾ പറയുന്നത്. തൻ്റെ മകൻ ക്രൂരമായി മരിക്കുന്നത് കണ്ട മറിയ സ്വന്തം വേദനയിലേക്ക് പിൻവാങ്ങുന്നില്ല. മറിച്ച് മകൻ്റെ ദാരുണമായ അന്ത്യത്താൽ തകർന്ന മറ്റൊരു അമ്മയെ ആശ്വസിപ്പിക്കാൻ പോകുന്നു. യൂദയുടെ കുടുംബത്തോട് പക സൂക്ഷിക്കാൻ മറിയയ്ക്ക് എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ അനുകമ്പ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, കുരിശിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ദുഃഖശനിയുടെ ഈ നിശബ്ദതയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും കഷ്ടപ്പാടുകളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചിന്തിക്കാം. മറിയയെപ്പോലെ മാനസികമായി തകർന്നവരിലും അരികുവൽക്കരിക്കപ്പെട്ടവരിലും ആശയറ്റവരിലും ആശ്വാസത്തിൻ്റെ സാന്നിധ്യമാവാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ളവരെ നമുക്ക് കൂടുതൽ കേൾക്കാം, കുറച്ച് സംസാരിക്കാം, കൂടുതൽ പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.